ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛനും കൊച്ചുമക്കളും. ഇന്ന് അച്ഛൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അച്ഛന്റെ കുട്ടിക്കാലത്ത് ഉണ്ടാക്കിയിരുന്ന അണ്ടിപ്പുട്ട് എന്ന് പറഞ്ഞൊരു പലഹാരമാണ്. അതാണെന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് കാഷ്യൂനട്ട് എങ്ങനെ പേര് വന്നത് അറിയാം? കൊല്ലത്താണ് ഈ സാധനം കൂടുതൽ കച്ചവടം ചെയ്തിരുന്നത്. അങ്ങനെ ഈ സാധനം പോർച്ചുഗീസുകാർ കൊടുന്ന പറങ്കിയത് കൊടുന്ന അങ്ങനെയാണ് പറങ്കേണ്ടി എന്ന് പേര് വന്നത്. പക്ഷെ ഇംഗ്ലീഷുകാർക്ക് ഇതായില്ല. അങ്ങനെ ബ്രിട്ടീഷുകാരൻ വരുമ്പോൾ ചോദിച്ചു കൊല്ലത്ത് അപ്പൊ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ അവർ കാശിന് 8 കൊടുക്കുന്നുണ്ട് അവര്. അങ്ങനെ അവര് പറയും കാശിന് 8. ആ കാശിന് 8 എന്നുള്ളതാണ് പിന്നെ കാഷ്യൂനട്ടായത്. സത്യമുണ്ടോ ശരിയാണോ എന്ന് അച്ഛനെ അറിയിച്ച. ഓക്കെ, പണ്ടേ അച്ഛനും അച്ഛമ്മയും കൂടിയിട്ട് അച്ഛാത്തിന്റെ അമ്മക്ക് കൂടിയിട്ട് ഇതേമാതിരി അണ്ടി വറക്കും. അണ്ടി വറുത്തിട്ട് എന്ത് ചോദിച്ചാലും ഇങ്ങനെ ചെരിയും. ചെരിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തോണ്ടിട്ട് ഓരോന്നും എടുത്തോണ്ടിട്ട് അപ്പുറത്ത് കൊണ്ടിട്ട് തല്ലി തിന്നും. അപ്പുറത്ത് അണ്ടിപ്പൊട്ടി ഇടുമ്പോഴേ കല്ലുകൊണ്ട് ഇടിച്ചിട്ടേ കല്ലും കൂടിയിട്ട് ഇടിച്ചിട്ടാണ് എന്ത് ചെയ്യാ കഴിക്കുക. അച്ഛമ്മ എന്ത് ചെയ്യണ്ട? ഓയ് എന്തേ അങ്ങനെയൊക്കെ വേടാ. ഓയ് ഞങ്ങളേ ഈ കാലഘട്ടത്തില് ഈ വെക്കേഷൻ കാലത്തെ അണ്ടി പറക്കി കൊണ്ടുവരും. പറക്കി വാങ്ങിട്ട് ചുട്ടു. എന്നിട്ട് എന്ത് ചെയ്യും? അച്ഛമ്മോട് പറയും അണ്ടിപ്പൊട്ടി ചുടണം. അങ്ങനെ എന്ത് ചെയ്യും? ആ അച്ഛമ്മക്ക് സൗകര്യമുള്ള സമയത്ത് എന്ത് ചെയ്യും? അച്ഛമ്മ പറയും ഇന്ന ദിവസം ചൂടാന്ന് പറയും. അപ്പൊക്കെ അണ്ടി ചൂടയും. അത് കൂടാതെ എന്ത് ചെയ്യും? ദാളിയാറും ശർക്കരയൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യും? അണ്ടിപ്പൊട്ടി ഇടിക്കും. അപ്പൊ ഈ അണ്ടിപ്പൊട്ടി ഇടിക്കുന്നതിന്റെ മുന്നേ തന്നെ എന്ത് ചെയ്യും? ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ എടുത്തുകൊണ്ട് ഓടി അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഒരു തല്ലി ഉടച്ചിട്ട് ആ പരിപ്പ് കഴിക്കും. നിങ്ങൾക്കിപ്പോൾ അതൊന്നും വേണ്ട. നിങ്ങൾക്കിപ്പോൾ റെഡിമെയ്ഡ് മേടിക്കാൻ പറ്റും കടയിൽ പോയാല്. പണ്ട് ഇങ്ങനെ റെഡിമെയ്ഡ് സാധനമൊന്നും കിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത്. അപ്പൊ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്ത് അച്ഛൻ ഇതിന് തയ്യാറായത് കേട്ടാ. ആ ചട്ടി എടുത്തിട്ട് ഇത് മലിക്ക് വെച്ച പൊന്നോ പൊന്നൂസ്. ആ നമ്മൾ വെച്ചോ, എല്ലാം വെച്ചോ. ആ ആ പൊടി നമുക്ക് വീശു കൊടുത്തേ. സുഖണ്ട? ആ പൊന്നൂസ് മുത്തിനോ? മുത്തിന് വീശു കൊടുക്ക്. സുഖണ്ട മുത്തേ? കണ്ണി കൊണ്ടു. ആ മണി തുടരുത്. ഇങ്ങനെ പിടിച്ചോ. ആ അലിക്കിട്ട് അതട്ട് മുത്തനേച്ച രണ്ട് ഇങ്ങനെ ഇളക്കി. പണ്ട് കാലത്ത് ഈ ഇതിലെന്താ പറയണ്ട, ഈ അരി വറക്കുന്നതിന് പണ്ട് എന്താ പറയണ്ട? ചൂലപ്പം. എന്താണ്? ആ അന്ന് അരി വറുത്തിട്ടേ അന്നൊക്കെ ചായക്ക് വൈകിട്ട് ചായക്ക് അരി വറുത്തതായിരിക്കും. അത് ശർക്കര ചായയാവും.
അല്ല ഇന്നത്തെ മാതിരി പഞ്ചസാര ചായ അല്ല. ആ ചായ എന്ത് ചെയ്യും, അതിലേക്ക് വൈകുന്നേരത്തെ കടിയായിട്ട് കിട്ടുക. ഇതാ എന്ത് ചെയ്യണ്ട, നല്ല ടേസ്റ്റാണ്. പിന്നെ അന്നത്തെ വിശപ്പും ഇങ്ങനെ ആക്കുക. ആ 2 കഴിഞ്ഞിട്ട് തേക്കോ, ഇതിലേക്ക് കാട്ടിയിലേക്ക് അച്ഛൻ വലിയ ഉണ്ടാക്കിയില്ല കേട്ടോ. വേണ്ടാ, ആ നിങ്ങൾ അങ്ങനെ വേണ്ട. മുത്തേ എന്താണ് നീ പൊന്നൂസേ, ഇതിലേക്ക് നോക്കിയിട്ട് വേഗം വിട്ട് പൊന്നിട്ടാ. അല്ലെങ്കിൽ മത്സരമാണല്ലോ നിങ്ങൾക്ക്. ഞാൻ വിട്ടു ഞാൻ എടുക്കും. നീ കഴിക്കണ്ട പൊന്നിട്ടാ. പിന്നെന്താ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അണ്ടിപ്പരിപ്പൊക്കെ കഴിക്കി പോണു. മുമ്പ് കഴിച്ചതാ? ആ ഞാനും തന്നെ പറഞ്ഞത്. അത് മുത്ത് കഴിച്ചോ? മുത്ത് കഴിച്ച് ഞാൻ കണ്ട് കഴിച്ചു. പൊന്നോ കഴിച്ചാ? ആ അപ്പൊ എന്താ മുത്ത് കഴിക്കാഞ്ഞ്? ഇത് കഴിച്ചോക്കി എങ്ങനെയുണ്ട്? എന്താണ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പറയേ. സൂപ്പറാ സൂപ്പറാ. എന്താണ് അടുത്ത് വെച്ചിട്ട് ഇത് കഴിച്ചോളെ. അതിനൊക്കെ വിളിച്ചു കൊടുക്കുക മോളെ. അത് കഴിക്ക്. അവിടെ രോഗിയാക്കാനുള്ള സാധനം കഴിക്കാണ്ടല്ലോ കണ്ടുക. സൂപ്പറാ പൊന്നുവാ. എങ്ങനെയാ പൊന്നൂട്ടാ? ഏയ് എന്നാ കഴിച്ചോ, വയറ് നിറച്ച് കഴിച്ചോ. എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.